2018 മധു എന്നൊരു സഹോദരനെ ഒരു മനുഷ്യനെ മലയാളികൾ ചേർന്ന് ആൾക്കൂട്ട മർദ്ദനത്തിനിരയാക്കി കൊലപ്പെടുത്തിയത്. വീണ്ടും 7 വർഷങ്ങൾക്കിപ്പുറം ഛത്തീസ്ഗഡുകാരനായ ഒരു അതിഥി തൊഴിലാളിയെ, ഒരു മനുഷ്യനെ, ഒരു പിതാവിനെ, ഒരു സഹോദരനെ മലയാളികൾ കൊലപ്പെടുത്തിയിരിക്കുന്നു. ഈ രണ്ട് കൊലപാതകങ്ങളിലും, ഈ രണ്ട് ദാരുണമായ കൊലപാതകങ്ങളിലും ഒരേപോലെ കാണാൻ സാധിക്കുന്ന ഒരു പാറ്റേൺ. ഇവരുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത് അവർ ചെയ്തുവെന്ന് ആരോപിക്കപ്പെടുന്ന ആ പ്രവൃത്തിയല്ല, അവർ ആരായിരുന്നു എന്നുള്ളതാണ്, അവരുടെ ഐഡൻറ്റിറ്റി ആയിരുന്നു. മധു എന്നുള്ളത് ഒരു ആദിവാസി യുവാവായി പോയി എന്നുള്ളതാണ് അയാളുടെ മരണത്തിന് കാരണമായി. ഈ ഒരു അതിഥി തൊഴിലാളി ഒരു തൊഴിലാളിയായിപ്പോയി, മറ്റൊരു സംസ്ഥാനത്ത് നിന്നും വരുന്ന ഒരു തൊഴിലാളിയായിപ്പോയി എന്നുള്ളതാണ് അയാളുടെ മരണത്തിലേക്ക് നയിക്കാനുണ്ടായ പ്രധാന കാരണം. അയാളെ മർദ്ദിക്കുമ്പോൾ ഈ മർദ്ദിക്കുന്നവർ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു, നീ ഒരു ബംഗ്ലാദേശിയാണോ എന്നുള്ളത്. ആ ടാഗ് ലൈൻ, അവരുടെ ക്ലാസ്, അതായിരുന്നു അവരുടെ മരണത്തിലേക്ക് നയിച്ചത്. മലയാളികളുടെ കാപട്യമാണ് ഈ രണ്ട് കൊലപാതകങ്ങളുടെയും വ്യക്തമാകുന്നത്. ക്ലാസും കാസ്റ്റും വെച്ച് മനുഷ്യനെ അളക്കുന്ന, വിഭജിക്കുന്ന സ്വഭാവം ഇന്നും പ്രബുദ്ധരെന്ന് വാദിക്കുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട്. കോളനി, പാണ്ടി, കൊലയാളി, ബംഗാളി, കാട്ടുവാസി എന്നൊക്കെയുള്ള അധിക്ഷേപ പരാമർശങ്ങളും വാക്കുകളും ചിന്തകളും ഈ പ്രബുദ്ധ മലയാളികളുടെ ഉള്ളിലുള്ളതാണ്. കൊലപാതകം ചെയ്യുന്നവരിൽ മാത്രമല്ല ഇത്തരം ചിന്തകളും ആശയങ്ങളും ഉള്ളത്. കമൻറ്റ് സെക്ഷനുകളിലും നമ്മളുടെ കുഞ്ഞുങ്ങളിലും, ചിലപ്പോൾ നമ്മളുടെ കൂടെയുള്ളവരിലും, ചിലപ്പോൾ നമ്മളിൽ തന്നെയുമുണ്ട് എന്നുള്ളതാണ് സത്യം. ലോകത്തെ എല്ലാ മനുഷ്യാവകാശ ലംഘനങ്ങളെ പറ്റിയും വ്യക്തമായ അഭിപ്രായങ്ങളും രാഷ്ട്രീയവുമുള്ള മലയാളിക്ക് പക്ഷേ സ്വന്തം വീട്ടിനുള്ളിലെ, സ്വന്തം നാട്ടിനുള്ളിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെ ചെറുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വിരോധാഭാസം. ഒരുപക്ഷെ അവർക്കതിന് താല്പര്യമില്ല എന്നുള്ളതായിരിക്കാം സത്യം. നമ്മൾ മലയാളികളുടെ ഈ പൊതു സ്വഭാവം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് കുഞ്ഞുണ്ണി മാഷിൻ്റെ ഈ കവിതകളാണ്. ഈ വലിയ ലോകം നന്നായിടാൻ ചെറിയൊരു സൂത്രം മുതലാക്കാതെ സ്വയം നന്നായിടുക.